വെർട്ടിക്കൽ റൂട്ട്സിന്റെ മറ്റൊരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വയനാട് നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടുണ്ട്, സ്ഥിരമായിട്ട് പോയാറുണ്ട്. പക്ഷേ അധികം ആളുകൾ എത്തിപ്പെടാത്ത അല്ലെങ്കിൽ അധികം ആളുകൾക്ക് അറിയപ്പെടാത്ത ഒരു മനോഹരമായ ഗ്രാമമുണ്ട്. ഞാൻ ആ ഗ്രാമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. വടക്കേനാട് ഗ്രാമത്തിന്റെ കാഴ്ചകളും അതിന്റെ ഡ്രോൺ വീഡിയോകളുമാണ് ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പുൽപ്പള്ളി റോഡിലേക്ക് തിരിഞ്ഞ് ഫസ്റ്റ് കാണുന്ന റൈറ്റ്, അതിലൂടെ സെന്റ് മേരീസ് കോളേജിന് മുന്നിലൂടെ വന്ന് ഏകദേശം 10-12 കിലോമീറ്ററാണ് ഈ വടക്കനാട് എന്ന ഗ്രാമത്തിലേക്കുള്ളത്. നമ്മൾ അതിലൂടെ പോകുന്നത് ഈ കാട് തുടങ്ങുന്ന ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ബത്തേരിയിൽ നിന്നുള്ള മുഴുവൻ കാഴ്ചകളൊന്നും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് മുന്നോട്ട് പോകാം. അതിനിടയിൽ ചെറിയ തിരുത്തുണ്ട്. ഞാൻ വടക്കേനാട് എന്നാണ് പറഞ്ഞത്. വടക്കേനാട് എന്ന് പല സ്ഥലത്തും പറയുന്നുണ്ട്, പക്ഷേ വടക്കേനാടല്ല, വടക്കനാടാണ് ശരിക്കുള്ള പേര് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ രണ്ട് മാനുകൾ ഞങ്ങൾ വണ്ടി നിർത്തി ഗ്ലാസ് താത്തിയപ്പോഴേക്ക് ഇതേ ഓടി. മാനുകളൊക്കെ ഉണ്ട്. നല്ലൊരു കാട് തന്നെയാണ്. ഈ കാട് കടന്നിട്ട് വേണം നമ്മുടെ ഈ ഗ്രാമത്തിലേക്ക് എത്താൻ. ഈ ഗ്രാമത്തിന്റെ പ്രത്യേകത തന്നെ അതാണ്, ചുറ്റുപാടും കാടാണ്. കാടിന്റെ നടുവിലെ ഒരു ഗ്രാമം, ചുറ്റുപാടും കാട്, അതിന് നടുവിലൊരു ഗ്രാമം, അവിടെ കുറെ മനുഷ്യർ. ഈ കാട് എന്ന് പറയുന്നാൽ കാട്ടുമൃഗങ്ങൾ, ആനയും പുലിയും കടുവയും ഒക്കെയുള്ള നല്ല ഉഗ്രൻ കാട്. ആ കാടിന്റെ നടുവിലെ ഒരു ഗ്രാമം. നല്ല രസമാണ് അല്ലേ. നമ്മൾ വടക്കനാടിന്റെ ഒരുപാട് റീൽസ് കണ്ട, റീൽസിലൊക്കെ കാണുന്ന ഒരു ഭാഗമാണിത്. ചുറ്റുഭാഗം മരങ്ങളും അതിനൂടെയുള്ള നടുവിലൂടെയുള്ള റോഡും ഒക്കെ കണ്ട് ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് അവിടെ കാണുന്നതാണ് ഈ ഒരു കുളവും ഒക്കെ. നമുക്കതുമായി ബന്ധപ്പെട്ടുണ്ട്. നല്ല കോടയുള്ള സമയത്ത് നല്ല മനോഹരമായ കാഴ്ചയാണിത്. ഇതെന്തോ താമരക്കുളം എന്നൊക്കെ പറയുന്നുണ്ട്, എന്തോ അറിയില്ല. നല്ല കോടയും പിന്നെ ഉള്ള ഒരു പീരീഡ് സമയത്ത് നിങ്ങൾ വരികയാണെങ്കിൽ ഈ ഭാഗത്തൊക്കെ ഇന്ന് നല്ല അടിപൊളി റീൽസ്, അടിപൊളി ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നല്ല മനോഹരമായൊരു സ്ഥലം. ഇവിടെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ, ഫോറസ്റ്റിനാന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മൾ വടക്കനാട് ഗ്രാമത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിർത്തുന്നില്ല, പ്രധാന കാഴ്ചകളിലേക്കാണ് നേരിട്ട് പോകുന്നത്. നല്ല മനോഹരമായ ഒരു ഗ്രാമം. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഉണ്ടായിരുന്ന എന്താണോ അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് എന്താണോ അത് ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഗ്രാമത്തിന്റെ പ്രത്യേകത. അതാണല്ലോ നമ്മൾ ഇങ്ങനെ തേടി വരുന്നത്. അപ്പൊ നമ്മളിതാ വടക്കനാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും മനോഹരവുമായ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വയനാടിന്റെ കുട്ടനാടെന്നോ വയനാടിന്റെ കൊല്ലങ്കോടെന്നോ വിളിക്കാൻ പാകത്തിൽ നീണ്ട് വിശാലമായി പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളാണ്. അതിന്റെ ഡ്രോൺ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഇതായി കാണുന്നതാണ്. എത്ര ദൂരമുണ്ടെന്ന് വെച്ചാൽ ഞാനത് മുഴുവൻ ഡ്രോൺ പറത്തിയിട്ടില്ല. കണ്ടോ, വിശാലമായി നീണ്ടു കിടക്കുക. അതിന് ചുറ്റുഭാഗം കാടാണെന്ന് ഓർക്കണം. അതിൻ്റെ സൈഡിലൂടെ പോകുന്ന റോഡ്, അവിടെയൊക്കെ ചെറിയ കുറച്ച് വീടുകളുണ്ട്. അധികം വീടുകളൊന്നുമില്ല, കുറഞ്ഞ വീടുകളേ ഉള്ളൂ, കുറഞ്ഞ താമസക്കാരേ ഉള്ളൂ. പിന്നെ ഇവിടെ വരുന്നവർ എന്ന് വെച്ചാൽ ഇവിടെ അധികം കടകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭക്ഷണത്തിനൊക്കെ വലിയ കിട്ടും എന്ന് ചെറിയ കാര്യങ്ങളൊക്കെ കിട്ടും, അല്ലാതെ വിശാലമായ ഭക്ഷണമൊന്നും ഇവിടെ കിട്ടുന്നില്ല. അപ്പോൾ ഉണ്ടോ ഈ പാടം കണ്ടോ, ഇത്ര ദൂരത്തേക്കാണ്. ഇനിയും കുറേ ദൂരത്തേക്കുണ്ട്. ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നു ഡ്രോണ്. അപ്പോൾ അങ്ങനെ മനോഹരമായ ഒരു കാഴ്ച അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിന്റെ ഭംഗി നമുക്ക് ഇവിടെ വടക്കനാട് ഇപ്പോൾ കാണാം. അപ്പോൾ ഞങ്ങൾ ഈ പാടത്തിന്റെ സൈഡിലൂടെയുള്ള റോഡിലൂടെ ഇങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് പോയി. നമുക്ക് ഒരു സൈഡിൽ പാടം, ഒരു സൈഡിൽ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. നല്ല രസകരമായ സ്ഥലം കേട്ടോ. ഇവിടെ റോഡ് എന്നൊരു പഞ്ചായത്ത് റോഡ് പോലെ, നമ്മുടെ പഴയ ടാർ ചെയ്യാത്ത റോഡാണ്. ചുറ്റും കവുങ്ങളും. നല്ല ഫോട്ടോകൾ എടുക്കാം, നല്ല വീഡിയോകൾ എടുക്കാം, നല്ല റീൽസുകൾ എടുക്കാം. അതുമാത്രമല്ല കുറച്ച് നല്ല ശുദ്ധമായ വായു ശ്വസിക്കാം. അപ്പോൾ അവിടുന്ന് പോന്ന് ഞങ്ങൾ കുറച്ച് വീടുകളുള്ള സ്ഥലത്തിലൂടെയൊക്കെ പോന്ന് അതിൻ്റെ ഓപ്പോസിറ്റ്, ഇപ്പം നേരത്തെ പോയതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തൂടെ പോന്നു. എല്ലായിടത്തും പാടം. ഇവിടെ എന്താ പാടം തന്നെയാണ്, വിശാലമായ പാടം തന്നെയാണ്. പിന്നെ കുറച്ച് നല്ല നാട്ടുകാരെയും നാട്ടു മനുഷ്യരെയും ആ നാടിൻ്റെ ഗ്രാമത്തിൻ്റെ പച്ചപ്പും ഒക്കെ നമുക്ക് ഇവിടെ വന്ന് കാണാം. അപ്പോൾ കൂടുതൽ ഞാനിതിങ്ങനെ വർണ്ണിച്ച് പൊലിപ്പിക്കുന്നില്ല. ഇതാണോ ഇപ്പോൾ വലിയ സംഭവം എന്നൊക്കെ നമുക്ക് ചിലർക്ക് തോന്നിപ്പോകാം. എന്നാൽ ചിലർക്ക് ഇത് വലിയ സംഭവമായിട്ടും തോന്നാം. അപ്പോൾ ഏതായാലും ഇതാണ് ഈ വടക്കനാടിൻ്റെ കാഴ്ചകൾ. അപ്പോൾ ബാക്കി കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനും അടുത്ത കാഴ്ചകളും വിശേഷങ്ങളൊക്കെയുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ എങ്ങനെയുണ്ട് വടക്കേനാടിൻ്റെ കാഴ്ചകൾ? ഒരു നല്ല സുന്ദരമായ ഗ്രാമം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കും. അപ്പോൾ കാണാത്തവർക്ക് ഇവിടെ വരാം. അപ്പോൾ അടുത്ത കാഴ്ചകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.